എല്ലാവർക്കും നമസ്കാരം. ജാനുവടുത്തിയാണ് കേട്ടോ. പവിത്രേട്ടനായിട്ട് ജാനു തമാശ തുടങ്ങുന്നതിന് മുമ്പിട്ടുള്ളൊരു ബന്ധമാണ്. പവിത്രേട്ടൻ്റെ അമ്മ തൊട്ടിൽ താരാട്ട് എന്ന ഈ ഒരു ആൽബത്തിന് ജാനുവടുത്തിൻ്റെയും കേളപ്പാട്ടിൻ്റെയും മനസ്സ് നിറഞ്ഞ ആശംസകൾ. ജോഷവാ, നമ്മുടെ ആനിമേറ്റർ ജ്യോതിഷം കൂടിയുണ്ട്. പിന്നെ നമ്മുടെ സുനിയാട്ടെടുത്ത് സുനി, ഞങ്ങളൊക്കെ ജോഷ രണ്ട് വാക്ക്. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും മനോഹരമായ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. ഇപ്പൊ നമുക്കറിയാം പവിത്രാട്ടൻ ശരിക്കും പറഞ്ഞ നമ്മുടെ സ്വന്തം വടകരയുടെ അഭിമാന ഗായകനാണ്. അതേപോലെ തന്നെ സുനിയാട്ടൻ ഇതിലൊരു നായക തുല്യമായിട്ടുള്ള ഒരു വേഷം ചെയ്ത ആർട്ടിസ്റ്റാണ്. അപ്പൊ എന്തായാലും പവിത്രാട്ടന്റെ ഇപ്പൊ എന്റെ ആനിമേഷൻ ലൈഫ് തുടങ്ങുന്നത് തന്നെ പവിത്രാട്ടന്റെ ഒരു മ്യൂസിക്കോട് കൂടിയാണ്. അതായത് ഇപ്പൊ കിഞ്ചൻ രാക്ഷസ് എന്നുള്ള ആനിമേഷൻ ഫിലിമില് മ്യൂസിക് ചെയ്ത് സഹകരിച്ചത് പവിത്രാട്ടനാണ്. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്നേഹം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ആൽബത്തിന് ജാനു തമാശ ടീമിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ. ഞാനൊക്കെ മിമിക്രിയിൽ ഒരു ട്രൂപ്പായിട്ട് പോയത് സുനിയാട്ടൻ ഡയറക്റ്റ് ചെയ്ത കലാപ്രഭ എന്ന മിമിക്സ് ട്രൂപ്പിലാണ്. സുനിയാട്ട ഒരു രണ്ട് വാക്ക്, ഒരു അനുകരണം, എന്തെങ്കിലും ഒരു. അല്ല, ആദ്യമായിട്ട് നമ്മുടെ നീ പാടിക്കും നല്ലൊരു പാട്ട് നമ്മുടെ ജാനുവടുത്തി പാടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മിമിക്രി ചെയ്യാം. അതുപോലെ തന്നെ ജാനുവടുത്തിന്റെ കേളപ്പാട്ടം വന്നിട്ടുണ്ട്. കേളപ്പാട്ടം സുധട്ടാ വാ, രണ്ട് വാക്ക് ഒരാശംസ പറഞ്ഞിട്ട്. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷന്റെ ഭാഗമായി എന്നെ കൂടി ഉൾപ്പെടുത്തിയത്. ഇത് ജാനുവിന്റെ ഭർത്താവായോണ്ടുള്ള ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും എൻ്റെ പ്രിയ സുഹൃത്ത് പവിത്രൻ പല്ലവിയുടെ അമ്മത്തൊട്ടിൽ താരാട്ടിന്റെ ഈ പ്രകാശന വേളയിൽ സംബന്ധിക്കാനിടയായതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. നിഷ്കളങ്കമായ തമാശ എന്ന് ജാനുവടുത്തി പുല്ല് പറിക്കുമ്പോൾ 4 ബോംബ് സഞ്ചിയിൽ കിട്ടി. ഇതാരോടും പറയാണ്ട് വടകര പോലീസ് സ്റ്റേഷൻ കൊണ്ടുകൊടുത്ത സമയത്ത് പവി ചോദിക്കുന്നുണ്ട്, എല്ലാ ജാനുവടുത്തി എന്ത് വിട്ടിത്താ ചെയ്ത്? എന്തേനും മനെ നിങ്ങൾ 4 ബോംബ് കിട്ടിയിട്ട് അങ്ങനെ തന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുകൊടുത്ത് ഇത് കൊണ്ടുകൊടുക്കും മറ്റയിൽ നാറ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്, എന്താ സ്ഥിതി? എന്ത് സ്ഥിതി? ഞാൻ പോലീസുകാരോട് പറയും 3 കിട്ടിയിട്ടുള്ളൂ. കാരണം അത് പൊട്ടിയാൽ എന്താ സംഭവിക്കുന്നു ജാനുവടുത്തിക്കാരനോട്. അങ്ങനെയുള്ള ഒരുപാട് നിഷ്കളങ്കമായ തമാശകൾ. ഈ ഒരു ആൽബത്തിന്റെ നല്ല വിജയം നമ്മൾ എല്ലാവരും ആഘോഷിക്കണം. തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യാതെ മനസ്സറിഞ്ഞ് നമ്മൾ ഈ ഒരു അമ്മത്തോട് പവിത്രൻ പല്ലവിയുടെ പവിത്രേട്ടന്റെ ഈ ഒരു ആൽബത്തിന് എല്ലാവരും നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ചെയ്യണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും നല്ലൊരു അവസരത്തിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ. ഓക്കെ, ബൈ. ഔദ്യോഗികമായ നമ്മുടെ പ്രിയ അടുത്തതായി നമ്മുടെ പ്രിയ കലാകാരൻ സുനിയാട്ടൻ്റെ ഒരു ചെറിയ ശബ്ദാനുകരണ കലയാണ്. സുനിയാട്ടനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നിരവധി സിനിമ സീരിയലുകളിലൂടെ നമുക്ക് വളരെ സുപരിചിതനായ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വന്ദേ ഭാരത്, അതുപോലെ തന്നെ ലോകനാർക്കാവിലമ്മയൊക്കെ നല്ല ഒരു വേഷം ചെയ്ത ആർട്ടിസ്റ്റാണ്. നമുക്ക് അടുത്തതായി ഔദ്യോഗികമായി റിലീസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായി അദ്ദേഹത്തിന്റെ ചെറിയൊരു ശബ്ദാനുകരണം ആസ്വദിക്കാം. താങ്ക് യു ഓൾ. എന്തായാലും ഈ അമ്മത്തൊട്ടിൽ താരാടുന്ന ഈ ഒരു ആൽബത്തില് നമ്മുടെ പവിയാട്ടന്റെ മകനായിട്ടാണ് എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയത്. കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ വിലയിരുത്തുക. എന്തായാലും സമയപരിധി കാരണം ഞാൻ ഒരു 3 ആർട്ടിസ്റ്റുകളെ ശബ്ദാനുകരിക്കുകയാണ്. എന്നും എൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലെ പൃഥ്വിരാജ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗുമായി നിങ്ങളുടെ മുന്നിൽ ഒരു 3 ആർട്ടിസ്റ്റുകൾ, അധികം നീട്ടുന്നില്ല, സമയമില്ല, അതുകൊണ്ടാണ്. ആദ്യമായിട്ട് ഇന്ദ്രൻസ് സംസാരിച്ച് നമുക്ക് എങ്ങനെ നോക്കാം. ഈ മൊയ്തീനെ കുറിച്ച് മുക്കത്ത് പല വകഭേദങ്ങളുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒന്നറിയാം, കാഞ്ചന മൊയ്തീൻ്റെതാണെന്ന്. അകത്തും പുറത്തും പ്രണയത്തിന്റെ ചാറ്റൽ മഴ പെയ്തിറങ്ങുമ്പോഴും കടവത്ത് കാഞ്ചനയുടെ കണ്ണിൽ നോക്കി മൊയ്തീൻ പറഞ്ഞു, ഇറവഴിയും പുഴ അറബിക്കടലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീൻ്റെതാണെന്ന്. പ്ലീസ് കയ്യടി. താങ്ക് യു. അടുത്തത് ഇതേ ഡയലോഗുമായി മലയാള സിനിമയിലെ ലാലു അലക്സ് നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ലാലു അലക്സ്. മൊയ്തീനെ കുറിച്ച് മുക്കത്ത് പല വകഭേദങ്ങളുണ്ട്.
പക്ഷേ എല്ലാവർക്കും ഒന്നറിയാം, കാഞ്ചന മൊയ്തീൻ്റെതാണെന്ന്. അകത്തും പുറത്തും പ്രണയത്തിന്റെ ചാറ്റൽ മഴ പെയ്തിറങ്ങുമ്പോഴും കടവത്ത് കാഞ്ചനയുടെ കണ്ണിൽ നോക്കി മൊയ്തീൻ പറഞ്ഞു, ഇറവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീൻ്റെതാണ്. താങ്ക് യു. അടുത്തത് വിനയ് പോട്ട്. ഈ മൊയ്തീനെ കുറിച്ച് മുക്കത്ത് പല വകഭേദങ്ങളുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നറിയാം, കാഞ്ചന മൊയ്തീൻ്റെതാണെന്ന്. അകത്തും പുറത്തും പ്രണയത്തിന്റെ ചാറ്റൽ മഴ പെയ്തിറങ്ങുമ്പോഴും കടവത്ത് കാഞ്ചനയുടെ കണ്ണിൽ നോക്കി മൊയ്തീൻ പറഞ്ഞു, ഇറവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലാണെങ്കിൽ കാഞ്ചന മൊയ്തീൻ്റെതാണെന്ന്. താങ്ക് യു. കൂടുതൽ സംസാരിക്കില്ല, സമയമില്ല, അതുകൊണ്ടാണ്. താങ്ക് യു.